ഓക്കെ. അപ്പോൾ നമ്മൾ സ്പ്രെഡേഴ്സ് എന്താണെന്ന് നോക്കിയില്ലേ, ഒരു ചെറിയൊരു ബിസി. അപ്പോൾ ഇതിൽ ആർബിട്രേജ് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്, പ്രോസസ് ഓഫ് ഏണിങ് റിസ്ക് ലെസ് പ്രോഫിറ്റ് വിത്തൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ എ ടേക്ക് അഡ്വാൻറ്റേജസ് ഓഫ് എ ഡിഫറൻറ്റ് പ്രൈസ് ഇൻ എ ഡിഫറൻറ്റ് മാർക്കറ്റ്. നമ്മൾ ഡിഫറൻറ്റ് മാർക്കറ്റ്സിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സെയിം കമ്മോഡിറ്റി അല്ലെങ്കിൽ സെയിം ഡെറിവേറ്റീവ്സ് ആണെന്ന് വിചാരിക്കുക. അതിന് നമ്മൾ പ്രൈസ് കുറഞ്ഞ മാർക്കറ്റിൽ നിന്നും വാങ്ങിച്ചിട്ട് പ്രൈസ് കൂടിയ മാർക്കറ്റിലേക്ക് എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യാം. അതാണ് അവിടെ ചെയ്യുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ബൈയിങ് എ കമ്മോഡിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ബൈ ഫ്രം എ ലോ പ്രൈസ് മാർക്കറ്റ് ആൻഡ് സെല്ലിങ് ഇൻ എ ഹൈ പ്രൈസ് മാർക്കറ്റ് കേട്ടോ. അതാണ് അത് നിങ്ങൾ പഠിക്കേണ്ടത്. എന്താണ് ലോ പ്രൈസിൽ മാർക്കറ്റിൽ നിന്നോ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റോ കമ്മോഡിറ്റീസോ ബൈ ചെയ്തിട്ട് ഹൈ പ്രൈസ് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെല്ല് ചെയ്യുക. അപ്പോൾ നമുക്ക് ചെറിയൊരു പ്രോഫിറ്റ് അവിടെ കിട്ടും. അതാണ് ആർബിട്രേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർബിട്രേജേഴ്സ് എന്ന് പറയുന്നത് അത് അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് കേട്ടോ. ഇവിടെ പറയാം. അപ്പോൾ ഇതിൽ റിസ്ക് കുറക്കുക എന്നുള്ളതാണ്, റിസ്ക് ലെസ് ആണ് കേട്ടോ. അതിലൂടെ പ്രോഫിറ്റ് മേക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്, കമ്മോഡിറ്റിയോ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസുകളോ ലോ പ്രൈസ് മാർക്കറ്റിൽ നിന്നും വാങ്ങിച്ചിട്ട് ഹൈ പ്രൈസ് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽക്കുക. ഇത് തമ്മിലുള്ള ഈ ഒരു പ്രൈസുകൾ തമ്മിലുള്ള വ്യത്യാസം, ഹൈ പ്രൈസും ലോ പ്രൈസും ഇല്ലേ, അത് തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ ആർബിട്രേജ് അറിയുന്നത്. സ്പ്രെഡേഴ്സ് അങ്ങനെയാണോ? സ്പ്രെഡേഴ്സ് അങ്ങനെയല്ല. സ്പ്രെഡേഴ്സ് സെയിം കമ്മോഡിറ്റി ഡിഫറൻ്റ് ആയിട്ടുള്ള ഫ്യൂച്ചറിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ട് അതിൽ വരുന്ന വിലയിൽ വരുന്ന മാറ്റം. ഇത് രണ്ടും ഓക്കെ അല്ലേ? ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവും കേട്ടോ. മീൻസ് വായിക്കണം, ഞാൻ പറയുന്നത് മനസ്സിലാക്കുക കേട്ടോ. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ബാക്ക് പേജ് ബ്ലാങ്ക് ആയിട്ടല്ലേ കാണിക്കണത് അല്ലേ? അങ്ങനെയല്ലേ കിടക്കുന്നത്?